ഏതാണ് ഈ പുതിയൊരു കൊച്ച്? ഏതായാലും എന്തോടാ, നീ ഇങ്ങോട്ട് പോവാ. ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. നമ്പർ ഒപ്പിക്കാം. ബെറ്റുണ്ടോ? ബെറ്റ് അരമണിക്കൂറുള്ള നീ അതിന്റെ നമ്പർ ഒപ്പിച്ച 500 രൂപ ബെറ്റ്. ഉറപ്പാണേ? ഉറപ്പ് മോനെ, അരമണിക്കൂറൊന്നും വേണ്ട, 10 മിനിറ്റ് അതിനുള്ളിൽ അവൾ നമ്പർ ഒപ്പിച്ചിരിക്കും. ഓക്കെ, നീ അങ്ങോട്ട് മാറി നിന്നു. മൊബൈൽ സ്വിച്ച് ഓഫ് ആയല്ലോ. ഹലോ, കുട്ടി എന്നോട് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല, ഞങ്ങളിവിടെ പുതിയതായിട്ട് താമസിക്കാമെന്ന വാടകക്കാരൻ. ഓ, അത് ശരി. അല്ല, ഏത് വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നത്? അത് സ്കൂളിലെ തെക്കുവശത്ത് ഒരു നീല പെനടിച്ച വീടില്ലേ, അവിടെ. ഓ, പക്ഷെ ആ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഒരു പയ്യനും മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ 2 ദിവസം എറണാകുളത്തായിരുന്നു ഫ്രണ്ടിന്റെ ഭാഗമായിട്ട്. ഇന്നലെ വന്നതേ ഉള്ളൂ. ഓ, എന്റെ പേര് നിമിഷ. ഓ, നിമിഷ, പേര് കൊള്ളാം. ഞാൻ മിഷൻമോൻ കോളേജിലെ PGക്ക് പഠിക്കുന്നു. ഓ, PG. അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണപ്പോ. ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണും അല്ലേ? ഫ്രണ്ടിനെ വിളിക്കാൻ ഫോൺ വേണമായിരിക്കും, പക്ഷെ എൻ്റെ അടുത്തില്ല. ഞാൻ ഇതൊക്കെയാ ചോദിക്കാൻ പറ്റുന്ന കൊച്ചിനെങ്ങനെ മനസ്സിലായി? അത് ഞങ്ങളുടെ വീടില്ലേ, ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ചങ്ങോട്ട് തെക്കോട്ട് മാറുമ്പോൾ ഒരു പച്ച പെനടിച്ച വീടുണ്ട്, അറിയാവോ? അറിയാം. അതെന്റെ വല്യച്ഛന്റെ വീടാ. അവരിപ്പോ താമസിക്കാൻ വന്നേ ഉള്ളൂ വാടകയ്ക്ക്. ഈ വല്യച്ഛനൊരു മോളുണ്ട്, ഐശ്വര്യ. പറഞ്ഞു വരുമ്പോ എന്നെ ചേച്ചിയായിട്ട് വരും. കഴിഞ്ഞ ദിവസം ചേട്ടൻ ഇതേ ചോദ്യങ്ങൾ ഇതേ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാൾ ചോദിച്ചില്ലേ, ആ ആള്. ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു ഈ സ്ഥലത്തെ പ്രധാന പൂവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച്. 2026 ആയില്ല ചേട്ടാ, ഈ നമ്പറൊക്കെ ഒന്ന് മാറ്റി പിടിച്ചോടെ. കഷ്ടം. പിന്നെ ഞാനങ്ങോട്ട്. അല്ല, അപ്പൊ ഫ്രണ്ടിനെ വിളിക്കാൻ ഫോൺ വേണ്ടായോ? ഓ വേണ്ട, ഞാനേ നടന്നു പോക്കോളാം. അല്ല ചേട്ടാ, ആ ചേച്ചി പോരും, ഐശ്വര്യ ചേച്ചി. ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു. ആക്കിയതാണല്ലേ. എനിക്കിത് എന്തിന്റെ കേടാ? 500 രൂപയും മാനവും.